ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു ഹൈ റേഞ്ച് മോഡൽ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അപ്പം ആ ചിക്കൻ കറിയുടെ റെസിപ്പികളും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പലപ്പോഴും നമുക്ക് അറിയാവുന്നതാണ് എങ്കിലും ഞങ്ങൾക്ക് അറിയാവുന്നതായ ചെറിയൊരു കാര്യങ്ങൾ നിങ്ങളിലേക്ക് പകരുകയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യണം. നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് പോകാം. അപ്പം അതിന് വേണ്ടുന്നതായ ഇൻഗ്രീഡിയൻസ് എല്ലാം എന്തെല്ലാമാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാവുന്നതാണ്. സവാള അരിഞ്ഞത്, അതുപോലെ തന്നെ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, പിന്നെ ഇത് തക്കാളി അരിഞ്ഞിരിക്കുന്നതാണ്. ഇതിപ്പോൾ നമുക്ക് അറിയാം, നമുക്ക് അല്പം പുളി കിട്ടാൻ വേണ്ടിയാണ് കറിക്ക്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ ഉപയോഗിച്ചാൽ മതി, ഇല്ലെങ്കിൽ അതില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. ചിക്കൻ മസാല ചേർക്കണമെന്ന് നിർബന്ധമില്ല. ചിക്കൻ മസാല ചേർക്കുകയാണെങ്കിൽ നല്ലതാണ്. ചിക്കൻ മസാല ഇല്ലെങ്കിലും കറി ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ പ്രധാന ഭാഗമായ നമ്മുടെ ചിക്കൻ ഞാൻ കഴുകി വെള്ളം പോകാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. കാരണം ചിക്കൻ വെള്ളം ഇല്ലാതെയാണ് നമ്മൾ കറി ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്നതായ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കരിയാപ്പിലയെല്ലാം നമ്മൾ മിക്സിയിലിട്ട് ജാറിലിട്ട് അരയ്ക്കാനായിട്ട് പോവുകയാണ്. അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് അത് പറക്കിക്കളയുന്ന ഒരു സ്വഭാവമുണ്ട്. ഇപ്പം മുളക് പറക്കിക്കളയുക, ഇഞ്ചി പറക്കിക്കളയുക, വെളുത്തുള്ളി പറക്കിക്കളയുക. കുട്ടികൾക്ക് കാണുവാണെങ്കിലും ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം നമ്മുടെ ദഹനത്തിന് വളരെ സഹായിക്കുന്നത് കൊണ്ട് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് മിക്സിയിലിട്ട് ഈ 4 കൂട്ടങ്ങൾ മിക്സിയിലിട്ട് അരച്ചെടുക്കാനായിട്ട് പോവുകയാണ്. മസാലക്കൂട്ട് അരച്ച് കിട്ടിയിട്ടുണ്ട്, ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയെല്ലാം. ഇനി നമുക്കത് അടുപ്പത്തേക്ക് വയ്ക്കാം. ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഇത് റെഡിയാക്കാൻ വേണ്ടി നമ്മൾ തിളയ്ക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് കടുകിട്ട് നമുക്ക് നമ്മുടെ സവാള വരട്ടിയെടുക്കേണ്ടതായിട്ടുണ്ട് കറിക്കിടാനായിട്ട്, കറിയുടെ മസാലക്കൂട്ട് ഉണ്ടാക്കുവാൻ വേണ്ടി. അപ്പം കടുകിടുകയാണ്. പൊട്ടി തുടങ്ങിയെന്ന് വിചാരിക്കുന്നു. തിളച്ച് വരുന്നുണ്ട്. അപ്പം കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇനി നമുക്കിതിനകത്തേക്ക് ആ ഇഞ്ചിയും മുളകെല്ലാം അരച്ച് ഇടാൻ പോകണം. ഇത് നമ്മൾ ചെറു തീക്കകത്ത് വേണം ചെയ്യാനായിട്ട്, വേറെ ഒന്നുമല്ല. ഇത് പെട്ടെന്ന് കളറ് മാറും. അപ്പോൾ അതുകൊണ്ട് ചെറിയ ബ്രൗൺ അല്ലെങ്കിൽ അതൊന്ന് മൂക്കുന്നത് വരെ നമ്മളൊന്ന് സൂക്ഷിക്കണം. നല്ല പച്ച കളർ കാണുന്നുണ്ടല്ലേ? അതെല്ലാം അരച്ചുകൊണ്ടാണ്. ഇങ്ങനെ അരച്ചിട്ടുണ്ടെങ്കിൽ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും കളയാനായിട്ട് സാധിക്കത്തില്ല. അത് മാത്രമല്ല, നമുക്ക് കറിക്ക് നല്ല കൊഴുപ്പും കിട്ടും. ഒരുപോലെ ആയിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. നമ്മൾ ഇതിപ്പോൾ സവാള ചേർത്തു. അപ്പോൾ സവാള ഇനി ഒന്ന് വാടണം. അത് മാത്രമല്ല, അത് ശരിക്കും മൂത്ത് വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അല്പനേരം കാത്തിരിക്കാം, നന്നായി വരും. അപ്പോൾ ചെറു ചൂടിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കത്തിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ തീയൊക്കെ സൂക്ഷിച്ച് ചെയ്താൽ നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് അല്പനേരം കാത്തിരിക്കാം, ഒന്ന് വാടി വരുന്നത് വരെ. നമ്മുടെ സവാള ശരിക്കും വാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ശരിക്കും വാടി ഒന്ന് പരുവായി കഴിഞ്ഞാൽ നമുക്കിനകത്ത് മസാലക്കൂട്ട് ചേർക്കാം. അപ്പോൾ സവാള ശരിക്കും വഴണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ മനസ്സിലാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു മണമുണ്ട്. സവാള ശരിക്കും ആയി കഴിയുമ്പോൾ മണം വന്നതിന് ഏകദേശം നമുക്ക് മനസ്സിലാവും സവാള ആയിട്ടുണ്ടെന്നുള്ള കാര്യം. ഇനിയിപ്പോൾ നമുക്ക് ഇതിലോട്ട് നമ്മുടെ മസാല എല്ലാം ചേർക്കാം. മസാല നമ്മൾ ചേർത്തു. ഈ മസാല നമുക്കൊന്ന് കുഴമ്പാക്കി എടുക്കണം. അപ്പം ഇതിനകത്ത് ഇപ്പോൾ എങ്ങനെയായാലും ഈ മസാല കുഴമ്പാവത്തില്ല. അപ്പോൾ നേരത്തെ അരച്ച നമ്മൾ ആ മുളക് അരച്ചതിൽ ആ മിക്സിയുടെ ജാറിൽ ഞാൻ ഇച്ചിരി വെള്ളം വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു അല്പം പൊടിക്ക് വെള്ളം എന്ന് വെച്ചാൽ നമുക്കൊന്ന് കുഴമ്പാക്കി എടുക്കാൻ വേണ്ടി മാത്രം ആ വെള്ളം നമുക്ക് ഇതിലോട്ട് ചേർക്കാം. അപ്പോൾ അത് പാകത്തിന് കുഴമ്പാവും. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇച്ചിരി പാകത്തിന് ഉപ്പ് ചേർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് എത്രയാണ് ഉപ്പ്, ആ ഉപ്പ് നമുക്ക് ചേർക്കാം. ഒരു ഉപ്പിട്ട് ചേർത്ത് നമ്മൾ വേറൊന്നുമല്ല. ഇനിയിപ്പോൾ നമുക്ക് വാങ്ങണേക്ക് മുമ്പ് നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർക്കാം.
കൂടിപ്പോയാലും പരിഹാരമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിനുള്ള കാര്യങ്ങൾ പുറകെ പറയാം. നമ്മൾ ആ ജാറിലെടുത്ത് വെച്ചിരിക്കുന്നതായ ജാറിലിരുന്ന വെള്ളം ഞാൻ ഒഴിക്കുകയാണ്. ഒത്തിരി ഒന്നുമില്ല, നിങ്ങൾക്ക് കണ്ടെത്താൻ അറിയാം, വളരെ കുറച്ചേ ഉള്ളൂ, 1/2 ഗ്ലാസ്. ഈ ചിക്കന് നമ്മൾ ആകെ ചേർക്കുന്ന വെള്ളമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. നമ്മൾ വെള്ളം ചേർത്ത് ഇനി ചിക്കൻ നമ്മളൊരു കുഴമ്പ് പരുവത്തിലാക്കിയെടുക്കണം. ചിക്കനല്ല, ഈ ഗ്രേവി നല്ല കുഴമ്പ് പരുവത്തിലാവണം. അപ്പോൾ നമ്മുടെ മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലോട്ട് ചിക്കൻ ഇട്ട് ഇളക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഇട്ടു. അപ്പോൾ ഞാൻ ഈ മൊബൈലൊന്ന് ഓഫ് ചെയ്യുകയാണ്. വേറെ ഒന്നുമല്ല, എനിക്കൊന്ന് ഇളക്കി ചേർക്കണം. അപ്പം ചിക്കൻ ശരിക്കും ഇളക്കി. അപ്പം നമ്മൾ അല്പം ഒന്ന് വെയിറ്റ് ചെയ്യുകയാണ്, ഒന്ന് ആവി കയറാനായിട്ട്. അതൊന്ന് ആവി കയറി കഴിയുമ്പോൾ നമുക്കതൊന്ന് ആവി കയറണം നമുക്കിൻ്റെ അത്യാവശ്യമായിട്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ മസാലയൊക്കെ എന്തെങ്കിലും പിടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ അകത്ത് ശരിക്കും ആവി കയറി തുടങ്ങി. അപ്പോൾ നമ്മളിതൊന്ന് മൂടി വെച്ചിട്ട് തന്നെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. നമുക്കിന് വിശ്വാസം വരാൻ വേണ്ടിയാണ് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി അല്പം നേരം നമുക്ക് കാത്തിരിക്കാം. വേറെ ഒന്നുമല്ല, നമുക്കൊരു 10 മുതൽ 15 മിനിറ്റ് വരെ കാത്തിരിക്കുന്നത് നല്ലതാണ്. വേറെ ഒന്നുമല്ല, നമുക്ക് ഈ മസാല ഇതിലെല്ലാം പിടിച്ചു കഴിഞ്ഞാലുള്ള ഗുണങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവും. അത് മാത്രമല്ല, ഈ ചിക്കന് നമ്മൾ പലപ്പോഴും കണ്ടിട്ടില്ല, ചിക്കൻ വെളുത്തിരിക്കും, അല്ലെങ്കിൽ മഞ്ഞ കളറിലിരിക്കും, അല്ലെങ്കിൽ പല കളറായിരിക്കും ചിക്കന്. അപ്പം നമ്മൾ ഉണ്ടാക്കിയ മസാലയുടെ കളർ തന്നെ ചിക്കന് കിട്ടും. അപ്പോൾ എന്നാന്ന് വെച്ചാൽ നമ്മൾ അല്പം നേരം കാത്തിരിക്കണം, മസാല അതിൽ പിടിക്കാനുള്ള അവസരം കൊടുക്കണം. സാധാരണ എല്ലാവരും ചെയ്യണം, മസാല ഇട്ട് ഇളക്കിയിട്ട് അതിലേക്ക് പിന്നെ പാകത്തിന് വെള്ളം ഒഴിച്ച്, ചിലർ വെള്ളം ഒഴിച്ച് വയ്ക്കും, അല്ലെങ്കിൽ ചില കുക്കറിലേക്ക് ഒരു വിസിലടുപ്പിക്കും. സാധാരണ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ചിക്കൻ നമുക്ക് കഴിക്കാനും ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കിനി ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ചിക്കൻ. അപ്പോൾ ഞങ്ങൾക്കിത് രാത്രി ചിക്കനും ചപ്പാത്തിയാണ്. അപ്പോൾ ഞങ്ങളിനി ചപ്പാത്തി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നമ്മൾ ഇതാവുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ചപ്പാത്തിയുടെ ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് തീ കത്തിച്ച് ഇനിയിപ്പോൾ നമുക്കിത് കുറച്ച് ഇടയ്ക്കിലേക്ക് ഇടവിട്ട് ഇളക്കി കൊടുത്താൽ മതി, അടി പിടിക്കാതിരിക്കാനായിട്ട്. കാരണം നമ്മളൊരു തൊഴിലുള്ളിൽ വെള്ളം പോലും ഒഴിച്ചിട്ടില്ല. അപ്പോൾ ഒരു ഇടവിട്ട സമയങ്ങളിൽ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ അടി പിടിക്കാതിരിക്കും. അത് മാത്രമല്ല, മൂടി തന്നെ വെക്കണമെന്നാണ് നല്ലത്. നമ്മൾ തീ കത്തിച്ച് ആവി കയറി തുടങ്ങി. അപ്പോൾ ആവിക്കകത്താണ് ഇനി വേവാൻ പോകണം. നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാത്തതുകൊണ്ട്. അപ്പോൾ നമ്മളത് നോക്കിയിരുന്നില്ലെങ്കിൽ പ്രശ്നമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടി പിടിച്ച് പോവും. അപ്പോൾ നമുക്കത് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ നല്ല ചിക്കൻ കറി റെഡിയാവും. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം ഇടവേളകളിൽ കൃത്യമായിട്ട് ഇളക്കി കൊടുക്കേണ്ടതും കൂടെ ഉണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അത് അടി പിടിക്കും. കാരണം നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ല. ഇപ്പോൾ എന്നാലും നമ്മുടെ വെള്ളത്തിൻ്റെ അളവ് കൊണ്ട് കറിക്കകത്ത്. പക്ഷേ നമ്മൾ കറി ആയി വരുന്നതനുസരിച്ച് ഇത് നല്ല ഗ്രേവി ആയിട്ട് വരും. ഇതിപ്പോൾ ചിക്കൻ്റെ അകത്തിരിക്കുന്നത് ആ നെയ്യും എല്ലാം കൂടെ ഉരുകി അങ്ങോട്ട് ചേരുമ്പം കറിക്ക് നല്ല കൊഴുപ്പും കൂടെ ആവും. അപ്പോൾ നമുക്ക് ചപ്പാത്തിക്കൊക്കെ നല്ല തിക്ക ഗ്രേവി കിട്ടുകയും ചെയ്യും. നമ്മുടെ ചിക്കൻ കറി നല്ല രീതിയിൽ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇതിലോട്ട് ഇടുകയാണ് പുളിക്ക് വേണ്ടി. അപ്പോൾ മൊത്തം ഞാൻ ഇടുന്നില്ല, കുറച്ച് ഇടുന്നുള്ളൂ. അപ്പോൾ തക്കാളി ഇട്ട് ഇളക്കണ്ട. തക്കാളി പയ്യെ തന്നെ നീരിറങ്ങിയിട്ട് അത് തന്നെ ഞാൻ പൊക്കോളും. അപ്പോൾ തക്കാളി അവിടെ കിടക്കട്ടെ. അത് പയ്യെ ആവി കൊണ്ടിട്ട് അത് ശരിയായിക്കോളും. അപ്പോൾ നമുക്ക് അത് വെറുതെ കാത്തിരിക്കാം. നമ്മുടെ ചിക്കൻ കറി അപ്പോൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ആയി. തക്കാളിയൊക്കെ അതിൻ്റെ അകത്തേക്ക് തന്നെ ഇറങ്ങിപ്പോയി. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് അപ്പോൾ തക്കാളിയൊക്കെ ഇനിയിപ്പം ഗ്രേവിയുടെ അകത്തും തക്കാളിയൊക്കെ കിട്ടും. അപ്പോൾ പാകത്തിനായി എന്ന് നമുക്ക് വിചാരിക്കാം. അങ്ങനെയായിട്ട് നമുക്കൊരു അല്പം സമയം കൂടെ വെയിറ്റ് ചെയ്യാം. കാരണം എല്ലാം ഒന്ന് പാകമായി വരണമല്ലോ. അപ്പോൾ നമുക്ക് അതൊരു വെയിറ്റ് ചെയ്യാം. കറി ശരിക്കും ആയി. കണ്ട ആവിയൊക്കെ പോകണ കണ്ട. അപ്പം ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ വെള്ളം ഒഴിക്കാതെ വെച്ച കറിയാണ്. ഉപ്പെല്ലാം ഞങ്ങൾ നോക്കി, ഉപ്പെല്ലാം പാകമാണ്. പുളിയുണ്ട്, കഷ്ണമെല്ലാം വെന്തു, കഷ്ണത്തിലെല്ലാം എരിവ് പിടിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ അരച്ച് ചേർത്തത് കൊണ്ട് നല്ല എരിവും ഉണ്ട് പാകത്തിന്. അപ്പം കുഴപ്പമില്ല. അപ്പോൾ ഇനിയിപ്പം നമുക്ക് കഴിക്കാനുള്ള കാര്യങ്ങൾ നോക്കണം. ഇനി ചപ്പാത്തി ഞങ്ങൾ പരത്തിയെല്ലാം വെച്ചിട്ടുണ്ട്. അത് ചുട്ടെടുക്കണം. അപ്പോൾ നമുക്കതെല്ലാം കഴിഞ്ഞിട്ട് വരാം.